നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കോള്. പലപ്പോഴും നമ്മുടെ കോളുകൾ മറ്റാരെങ്കിലും ചോർത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും. ചോർത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാമെന്നുള്ളതൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ കോളുകൾ ചില നമ്പറുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡായി പോകും. നമ്മളറിയില്ല നമുക്ക് വരുന്ന കോളുകൾ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരത്തിൽ കോൾ ഫോർവേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള കോളുകൾ മറ്റാരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വളരെ സീക്രട്ടായിട്ടുള്ള 2-3 കാര്യങ്ങൾ ചെയ്തു വെക്കണം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫോണിനകത്തുള്ള കോളുകൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഉണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഡയലർ എടുക്കുകയാണ്. നമ്മൾ കോൾ ചെയ്യുന്ന കോൾ ഡയലർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇനി പറയുന്ന കോഡുകൾ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ *# എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ. അതിനുശേഷം 21 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം # ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില ഫോണുകളിൽ ഇങ്ങനെ *#21# എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 2 സിം കാർഡ് ഉണ്ടെങ്കിൽ 2 സിം കാർഡ് ചോദിക്കും. അത് ഏത് സിം കാർഡാണ് വേണ്ടതെങ്കിൽ ആ സിം കാർഡ് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചില മൊബൈൽ ഫോണിൽ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇതിനകത്ത് ഈ സിം കാർഡിനകത്ത് കോൾ ഫോർവേഡിംഗ് എന്ന് കാണുന്നതിലൂടെ വോയിസ് സിങ്ക് എന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ കോളുകളാണ് ഫോർവേഡ് ചെയ്തതെന്ന്. അപ്പോൾ ഇവിടെ കാണാൻ നോട്ട് ഫോർവേഡ് എന്നാണ്, അതായത് ഫോർവേഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ കോളുകൾ ആരും ഫോർവേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ഒരു *#21# എന്നുള്ള നമ്പർ ചില ഫോണുകൾ വർക്ക് ചെയ്യില്ല. അത്തരം ആളുകൾ *# ടൈപ്പ് ചെയ്ത ശേഷം 61 എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും # ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ആ കിട്ടാത്ത നമ്പറിൽ അത് ഇതുപോലെ ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ 2 നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് 61 നമ്പറിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതെല്ലാം നോട്ട് ഫോർവേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ഫോർവേഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ഫോർവേഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്പറിലേക്ക് ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളിൻ്റെ നമ്പർ ഇവിടെ കാണിക്കും. ഓർക്കുക, 3-4 അക്കമുള്ള നമ്പറാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യനിലുള്ള നമ്പറാണെങ്കിൽ +9155 എന്നുള്ള നമ്പറൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു 4-5 അക്കമുള്ള നമ്പറാണെങ്കിൽ പേടിക്കേണ്ട. പൂർണ്ണമായിട്ടുള്ള നമ്പർ കാണുന്നുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. കാരണം ഈ പൂർണ്ണമല്ലാത്ത 4-5 അക്കമുള്ള നമ്പർ ഓരോ സിം നെറ്റ്വർക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള മെസ്സേജ് സെൻറ്ററുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 1, 2, 3 നമ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരു കോൾ ഫോർവേഡിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ളൊരു നമ്പറാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അത്തരത്തിൽ മുഴുവനായിട്ടുള്ള നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചാൽ മതി. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് അത്തരത്തിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഫോണിനകത്തുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ## ഇട്ട് കൊടുക്കുക. അതിനുശേഷം 61 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും # ഇട്ട് കൊടുക്കുക. കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് സിമ്മാണെങ്കിൽ ആ സിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്പം വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് എറേസ് സക്സസ്ഫുൾ എന്ന്. നമ്മളുടെ കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫോർവേഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എറേസ് ചെയ്ത് തരും. അത് നമുക്ക് റിമൂവ് ചെയ്ത് തരും, അത് ഡിസ്കണക്ട് ചെയ്ത് തരും. അതിനോട് എറേസ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. ഇത് കൂടെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഒരു കോളും എവിടേക്കും പോകില്ല. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ കോഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.